ടിക്ടോക്ക് പിന്നെയും വന്നു, റീലോഡഡ് ടിക്ടോക്ക് വേർഷൻ 2.0. കാരണം ടിക്ടോക്ക് ആദ്യം വന്നത് മ്യൂസിക്കലി എന്ന പേരുമായിട്ടല്ല, അത് മാറ്റി ടിക്ടോക്ക് എന്നാക്കിയില്ല. അപ്പം ആപ്ലിക്കേഷന്റെ പേര് ചിങ്കാരി എന്നാണ്. ചിങ്കാരിയാട് മറ്റേ സിനിമയിലെ പാട്ടില്ല, ഫുക്രൂടെ ഒക്കെ ഞാനത് കണ്ടു കേട്ടോ ഫ്രണ്ട്സ്. നമ്മുടെ ഫുക്രൂടെ ഒക്കെ ചിങ്കാരി ആപ്ലിക്കേഷനിൽ കണ്ടു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് ടോക്ക് മലയാളം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടിക്ടോക്കിനെ പറ്റിയാണ്. ടിക്ടോക്ക് പലർക്കും പോയതിൻ്റെ വിഷമത്തിൽ ചിലർ ടിക്ടോക്ക് ഗൂഗിളിൽ നിന്ന് കുറേ വേറെ ടിക്ടോക്ക് എന്ന് പറഞ്ഞ് പലരും കേട്ട് കാണും. ഇന്ത്യൻ സെർവർ ടിക്ടോക്കിൻ്റെ ഇന്ത്യൻ വേർഷൻ വന്നു, ഡൗൺലോഡ് ചെയ്ത് പലർക്കും ചില മെസ്സേജസ് വന്നു. അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ടിക്ടോക്ക് പ്രോ ഇന്ത്യൻ സെർവറിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ കുറേ ഫേക്ക് മെസ്സേജും ഇത് സത്യമാണോ, അതുപോലെ ടിക്ടോക്ക് VPN ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം കറക്റ്റ് സാധനം പറയാൻ പറ്റും. ടിക്ടോക്കിന് പക്ക എതിരാളിയായിട്ടുള്ള ആപ്ലിക്കേഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ കുറേ കണ്ടന്റ് ഉണ്ട്. നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. അപ്പം നിങ്ങൾ വീഡിയോ മൊത്തം കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ടിക്ടോക്ക് പിന്നെയും വന്നു, റീലോഡഡ് ടിക്ടോക്ക് വേർഷൻ 2.0. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫ്രണ്ട്സ്, ഇത് പലർക്കും ഇപ്പം മെസ്സേജ് വന്നായിട്ട് കേൾക്കുന്നുണ്ട്. ടിക്ടോക്കിൻ്റെ പ്രോ എന്ന് പറയുന്ന വേർഷൻ വന്നു, ഇന്ത്യൻ സെർവറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഈ ലിങ്കിൽ കയറിയാൽ ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവൈലബിൾ ആണ്. VPN യൂസ് ചെയ്ത് പലരും ടിക്ടോക്ക് യൂസ് ചെയ്യുന്നു. എന്താണ് ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോഴും ടിക്ടോക്കിലേക്ക് നിൽക്കാനുള്ള കാര്യം? ടിക്ടോക്ക് വിടാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ലേ? അങ്ങനെ ഇഷ്യൂ ആണോ, അത് എന്താണ്? അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പേ ഇത് ശരിയാണോ, ഇത് വിശ്വസിക്കാവോ, ജെന്യൂൻ ആണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. പലരും VPN യൂസ് ചെയ്ത് ടിക്ടോക്ക് ഉപയോഗിക്കാം. പറയട്ടെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും വർക്ക് ചെയ്യാം. അന്ന് പറഞ്ഞ് ടിക്ടോക്ക് ഇന്ത്യയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കേസ് വരുമെന്നോ അങ്ങനെ ഒന്നുമില്ല. റൂൾസ് പരമായിട്ട് അങ്ങനെയൊന്നും ഞാൻ കുറേ ഡീറ്റെയിൽസ് എടുത്തു, അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങൾക്കെതിരെ കേസൊന്നും വരുന്നില്ല, നിങ്ങളെ ആരും പിടിച്ചോണ്ട് പോകത്തില്ല ടിക്ടോക്ക് യൂസ്. പക്ഷേ എന്തിന് നിങ്ങൾ നമുക്കെതിരെ നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തിനു ഉപയോഗിക്കുന്നു? അതിന് പകരം വേറെ അടിപൊളി ആപ്ലിക്കേഷൻസ് 2 വന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ടിക്ടോക്കിലേക്ക് തന്നെ പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുക, VPN മാറ്റി ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം, അതായത് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ നോക്കിക്കോ, ടിക്ടോക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയോ. ഞാനിപ്പം കാണിച്ചു തരാം. ടിക്ടോക്ക് സെർച്ച് ചെയ്തു, ഒന്നുമില്ല. ടിക്ടോക്ക് ഡൗൺലോഡർ എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങളല്ലാതെ ഒഫീഷ്യൽ ടിക്ടോക്ക് പ്ലേ സ്റ്റോറിൽ ഇല്ല. അഥവാ ഇപ്പം ടിക്ടോക്കിൻ്റെ ഇന്ത്യൻ വേർഷൻ പ്രോ വന്നെന്ന് പറഞ്ഞു, അതും ഇല്ല. അങ്ങനെ സംഭവം ഫേക്ക് ആണ്. നിങ്ങൾ സംഭവം ഒറിജിനൽ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പ്ലേ സ്റ്റോർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ പ്ലേ സ്റ്റോറിൽ എന്തായാലും ടിക്ടോക്ക് ഒന്നും വന്നിട്ടില്ല, അത് ബാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ അത് ഇനിയും യൂസ് ചെയ്താൽ VPN മാറ്റിയും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ശരിക്കും കിട്ടത്തില്ല. അതായത് നിങ്ങളുടെ ഡേറ്റാസ് ചോർത്തപ്പെടാൻ ചാൻസ് ഉണ്ട്. ചൈനീസ് പ്രതികാരത്തിൽ നിൽക്കുമ്പോൾ ചൈനീസ് കമ്പനിക്ക് ഒരു ചെറിയ ഇത് കാണും, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ റിസ്ക് എടുത്ത് ഇനി ടിക്ടോക്ക് യൂസ് ചെയ്യേണ്ട. നിങ്ങളുടെ പ്രൈവസിക്കും മൊത്തം പ്രശ്നമാണ് ടിക്ടോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടിക്ടോക്കിന് പകരമായിട്ട് കിടിലൻ 2 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതേതാണെന്ന് നമുക്ക് നോക്കാം. ടിക്ടോക്കിന് പകരം വന്ന 2 കിടിലൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ പേര് നല്ല രസമുള്ള പേരാണ്, ഇത് നിങ്ങൾ കേട്ടാണ്, മോജോ. ഷെയർ ചാറ്റിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ഷെയർ ചാറ്റ് മനസ്സിലായില്ല, നമ്മുടെ മറ്റേ പേരെന്തായിരുന്നു, 3 hours later. ഷെയർ ചാറ്റ് മനസ്സിലായില്ല ഫ്രണ്ട്, നമ്മുടെ ഹെലോയ്ക്ക് പകരം ഇന്ത്യൻ മെയ്ഡ് ആപ്പ് ഷെയർ ചാറ്റ്. ഇപ്പം ഞാൻ അതാണ് യൂസ് ചെയ്തത്, ഷെയർ ചാറ്റാണ്. അപ്പോൾ ഷെയർ ചാറ്റ് തന്നെ ടിക്ടോക്കിൻ്റെ സ്ഥാനത്തിന് പകരക്കാരനാകാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇറക്കി, മോജോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കുറേ പരസ്യം നിങ്ങൾക്ക് വന്ന് കാണും. ഞാൻ മോജോയും ഇൻസ്റ്റാൾ ചെയ്തു. അതിന് പകരക്കാരായി വന്ന വേറെ സാധനമുണ്ട്, അതിൻ്റെ പേര് ഞാൻ ഇച്ചിരി ഞെട്ടലോടെയാണ് ഞാൻ കേട്ടത്. കാരണം ടിക്ടോക്ക് എന്ന് പറയുമ്പോൾ ഒരു എടുപ്പില്ലേ ഫ്രണ്ട്സ്, മോജോ ആ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. പക്ഷേ ഈ ഒരു പേര് കേൾക്കുമ്പോൾ എന്തോ ഒരു രസമില്ലാതെ എനിക്ക് തോന്നി. കാരണം പറയാൻ പറ്റില്ല, കാരണം ടിക്ടോക്ക് ആദ്യം വന്നത് മ്യൂസിക്കലി എന്ന പേരുമായിട്ടല്ല, അത് മാറ്റി ടിക്ടോക്ക് എന്നാക്കിയില്ല. അപ്പം ഇത് ഹിറ്റായി നിൽക്കുന്ന ആപ്ലിക്കേഷൻ തന്നെ. പക്ഷേ ആ പേര് ഇനി വേണം മാറ്റാമല്ലോ, അല്ലേ? പേര് മാറ്റുന്നതിൽ എന്താ ഇത്ര വലിയ കാര്യമില്ല. അപ്പം ഈ ഒരു പേര് മാറ്റുന്ന വിചാരിക്കുന്നത്, ആ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ്റെ പേര് ചിങ്കാരി എന്നാണ്. ചിങ്കാരിയാട് മറ്റേ സിനിമയിലെ പാട്ടില്ല, ആടില്ലേ, ആ ഒരു പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വന്നു ഇപ്പോൾ അറിയാം. അപ്പം ചിങ്കാരി, അതായത് ഒരു പേര് എടുപ്പില്ല ഫ്രണ്ട്സ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ചിങ്കാരി എന്നുള്ള ആ പേരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, മോജോ എന്നുള്ള പേരാണ് ഇഷ്ടപ്പെട്ടത്? അല്ലെങ്കിൽ ചിങ്കാരിയാണ് ഇപ്പോൾ ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. കാരണം 10 മില്യൺ ഡൗൺലോഡ്സ് പ്ലേ സ്റ്റോറിൽ ആയി കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്നത് നമ്മുടെ മോജോയാണ്. മോജോയ്ക്ക് ഏകദേശം 1 lakh സബ്സ്ക്രൈബേഴ്സ്. ഞാനെപ്പോഴും യൂട്യൂബിൻ്റെ കേസ് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ് പോട്ടെ, അത് വിട്ടേക്ക്. 1 lakh ഡൗൺലോഡ്സ് പ്ലേ സ്റ്റോറിലാകാറായി. ഏതിന്? മോജോയ്ക്ക്. അപ്പം മോജോയും ചിങ്കാരിയും തമ്മിലാണ് കട്ടയ്ക്ക് പോരാട്ടം അവിടെ നിൽക്കുന്നത്. അപ്പം ആര് ജയിക്കും? ഇപ്പം മുന്നിൽ ഓടുന്നത് ചിങ്കാരി തന്നെയാണ്. ഞാൻ ചിങ്കാരി പേഴ്സണലി യൂസ് ചെയ്ത് നോക്കി ഫ്രണ്ട്സ്, കിഡിലൻ ആപ്ലിക്കേഷനാണ്. കാരണം ആ ടിക്ടോക്കിൻ്റെ ആ ഒരു ഫീൽ എനിക്ക് ഉപയോഗിച്ചപ്പം തോന്നി കേട്ടോ. കാരണം ഞാൻ മോജോ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്ര ഫീലൊന്നും തോന്നിയില്ല. കാരണം കുറേ ഫീച്ചേഴ്സ് ടിക്ടോക്കിൻ്റെ അത്രയും വരുന്നില്ല. സ്ക്രോൾ ചെയ്യുമ്പോഴായാലും ഭയങ്കര നെറ്റ് ബഫർ ചെയ്യുന്നു. പക്ഷേ ചിങ്കാരി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പക്ക ഒരു 70-80% ടിക്ടോക്കിൻ്റെ കട്ടയ്ക്ക് നിൽക്കുന്ന ആപ്ലിക്കേഷനാണ്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ്. ഇപ്പം ഞാൻ ചിങ്കാരി യൂസ് ചെയ്യാൻ തുടങ്ങി, കിടിലൻ ആപ്ലിക്കേഷനാണ്. കുറേ പേരൊക്കെ അതിനകത്ത് വീഡിയോ ഇടാൻ തുടങ്ങി, നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്, നല്ല
പുതിയ പുതിയ അപ്ഡേറ്റ് വഴി നല്ല എഫക്ട്സും ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഫുക്രൂനെയൊക്കെ ഞാനത് കണ്ടു കേട്ടോ ഫ്രണ്ട്സ്. നമ്മുടെ ഫുക്രൂനെയൊക്കെ ചിങ്കാരി ആപ്ലിക്കേഷനിൽ കണ്ടു. ഒഫീഷ്യൽ ഫുക്രു ഐഡിയ കണ്ടത്. പുള്ളി ഒരു 2-3 വീഡിയോസ് ഒക്കെ ഇട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫേമസ് ആൾക്കാരെല്ലാം ചിങ്കാരിയിലേക്കാണ് വരുന്നത്. മോജോ വേണോ ചിങ്കാരി വേണോ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിങ്കാരിയാണ്. ആ പേരിനോട് മാത്രമല്ല എനിക്ക് ചെറിയ യോജിപ്പില്ലാത്തത്. ആ പേര് മാറുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് വീണ്ടും കാണാം. See you.